ചങ്ങൈമാർ എല്ലാവർക്കും സുഖല്ലേ? നമ്മൾ അഖിൽമാരാറില്ലേ മൂപ്പർ 2020 വഴി മെല്ലെ BJP-യിലേക്ക് പോയ ശേഷം ഉണ്ടല്ല ഇപ്പൊ സംഘികളെക്കാളും ചാണക സംഖ്യയായിട്ടുള്ളത്. കാരണം പണ്ട് പറഞ്ഞ പല കാര്യങ്ങളും മാറ്റിയിട്ടുണ്ടല്ല. ഇപ്പൊ പക്ക ഒരു സംഖ്യ എങ്ങനെയാണോ അതേ സംഖ്യന്റെ ചാണക കുണ്ടിലായിട്ടുണ്ട് മൂപ്പർ. മുൻപൊക്കെ ഇസ്രായേലും പലസ്തീനും തമ്മിലും ഇസ്രായേലും ഇറാനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മളെ മാരാറ് മൊത്തത്തിൽ കുറ്റം പറഞ്ഞത് പലസ്തീനും ഇറാനും ആണെങ്കിലും ഇടയ്ക്കെങ്കിലും കുറച്ചൊക്കെ നമ്മൾ ഇസ്രായേലിനും നെതന്യാഹുവിനും കുറ്റം പറയാറുണ്ടായിരുന്നു. കുറച്ചൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ നെതന്യാഹുവിനും കുറ്റം പറയായിരുന്നു, ട്രംപിനെയും കുറ്റം പറയായിരുന്നു. പക്ഷെ ഇപ്പം പൂർണ്ണമായും ചാണകക്കുണ്ടിൽ വീണ ശേഷം ഇപ്പൊ ഒരക്ഷരം നെതന്യാഹുവിനെ കുറിച്ചോ ട്രംപിനെ കുറിച്ചോ കുറ്റം പറയുന്നില്ല നമ്മളെ ചാണക മാരാറ്. കാരണം ഇനി അങ്ങോട്ട് മാരാർക്കുണ്ടല്ല ട്രംപിനും നെതന്യാഹുവിനും ഒന്നും പറയാനില്ല. കാരണം സംഘികളുടെ വളർത്തു പിതാക്കന്മാരാണ് ട്രംപും നെതന്യാഹു. അങ്ങനെ ജീവിതത്തിൽ ഇതുവരെ ഒരു നിലപാടും നട്ടലില്ലാത്ത ചാണക മാരാറ് ഇറാനെ കുറിച്ച് കുറച്ച് മോശം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആദ്യം അത് കേൾക്കാം, അതിനുശേഷം മാരാർക്ക് നല്ല മറുപടിയും കൊടുക്കാം. ഞങ്ങൾ ആണവായുധ ശക്തിയായ അമേരിക്കയുടെ മരണം, ഇസ്രായേലിന്റെ മരണം, 1979 ഇസ്ലാമിക വിപ്ലവം നടന്ന നാളിൽ ഈ ഖമേനി പറഞ്ഞ കാര്യങ്ങളാണ്. തങ്ങളുടെ രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷയെ കരുതി അമേരിക്കയും ഇസ്രായേലും ഖമേനിയെ തീർത്തു. തൂക്കിയിട്ട് നടക്കാനാണോ സാറെ തോക്കിയെന്ന് മൂസ DGP-യോട് ചോദിക്കും പോലെ ഒരുവിധ എല്ലാ കാര്യങ്ങളും 20% സമ്പുഷ്ടീകരിച്ച യുറേനിയം കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഇവന്മാർ 90% വരെ സമ്പുഷ്ടീകരിച്ചത് വൈദ്യുതി ഉണ്ടാക്കാനോ മെഡിക്കൽ ആവശ്യത്തിനോ ഒന്നുമല്ല, ലോക ജനതയെ കൊന്നൊടുക്കി ഇസ്ലാമിക ശരീഅത്ത് നടപ്പിലാക്കി ആഘോഷിക്കാൻ തന്നെയാണ്. അമേരിക്കയും ഇസ്രായേലും ചെയ്തതിൽ യാതൊരു തെറ്റുമില്ല. അതിന് കേരളത്തിൽ കിടക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരും സുഡാപ്പികളും കിടന്ന് കരുതുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. ഇന്നിപ്പോൾ സോണിയാഗാന്ധിക്കും ഇരിക്കപ്പുറതിയില്ല. കമ്മ്യൂണിസ്റ്റുകാർക്ക് ബോധമില്ല എന്ന് കരുതി ആശ്വസിക്കാം. ഇല്ലെങ്കിൽ ഇറാനിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതാക്കിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ കൊന്നൊടുക്കിയ ഖമേനിയെ ആരെങ്കിലും തീർത്താൽ ഇവറ്റകൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? കമ്മ്യൂണിസ്റ്റുകാരെ മുഴുവൻ ഇല്ലാതാക്കിയ സദ്ദാം ഹുസൈന് വേണ്ടിയും ഇവന്മാർ തെരുവിലിറങ്ങിയത് നമുക്കറിയാം. ഇനി മലയാളികളും ഇന്ത്യക്കാരും ധാരാളമുള്ള ഗൾഫ് മേഖലയിൽ ഇറാൻ അഴിച്ചുവിടുന്ന ആക്രമണങ്ങൾ മാത്രം മതി എത്രത്തോളം ബോധമില്ലാത്ത മനുഷ്യത്വമില്ലാത്ത ഒരു ജനതയാണ് ഇറാനിലെന്ന്. ഗൾഫിൽ ഇറാൻ ആക്രമിച്ചാലും അതിനെ ന്യായീകരിക്കുന്ന മലയാളികളാണ് നമുക്കിടയിൽ. അവർ പറയുന്നത് അതിന്റെയും കാരണം ഇസ്രായേൽ ആണെന്നാണ്. അതെ, അവർ പലസ്തീനിൽ ഇസ്രായേൽ കുഞ്ഞുങ്ങളെ കൊന്നയെന്ന് പറഞ്ഞു കരയുമ്പോൾ അതിനുള്ള യഥാർത്ഥ കാരണം ഹമാസ് ആണെന്ന് പറയില്ല. അമേരിക്കയ്ക്കും ഇസ്രായേലിനും ആണവായുധം ഉണ്ടാക്കാമെങ്കിൽ എന്താ ഇറാൻ ഉണ്ടാക്കിയതെന്നാണ് ചിലരുടെ സംശയം. അജിത് ഡോവലിന്റെ കയ്യിലും തോക്കുണ്ട്, അജ്മൽ കസബിന്റെ കയ്യിലും തോക്കുണ്ട്. ഉസാമ ബിൻ ലാദനും ദൈവം ബുദ്ധി കൊടുത്തു, അബ്ദുൽ കലാമിനും ദൈവം ബുദ്ധി കൊടുത്തു. സംശയം മാറിക്കാണമെന്ന് കരുതുന്നു. പറയാൻ ഒരു മതമുണ്ടെന്ന് കരുതി മതത്തെ അനുകൂലിച്ചാൽ മതേതരവാദികളാകും എന്ന് കരുതി കേരളത്തിൽ ഇരുന്ന് വിവരക്കേട് വിളമ്പുന്ന ബുദ്ധിജീവികൾ ഈ നാടിന്റെ കൂടി സമാധാനം കളയരുത്. നമുക്കൊന്നും ചെയ്യാൻ ശേഷിയില്ലാത്ത ഇടങ്ങളിൽ അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ല. പോരാട്ട വീര്യമുള്ള ജനത പോരാടി മരിക്കട്ടെ. നഷ്ടം ഭയന്ന് ഓടി ഒളിക്കാതെ മരണം വരെ പോരാടാൻ ഇറാൻ തീരുമാനിച്ചെങ്കിൽ അക്കാര്യത്തിൽ ഇറാനോട് ബഹുമാനമാണ്. അതിനർത്ഥം അവർ പുണ്യാളന്മാർ ആണെന്നല്ല. ഇതാണ് ചാണകമാരാർ ഇക്കാര്യത്തിൽ പറഞ്ഞ വൃത്തികെട്ട അഭിപ്രായം. ചാണകമാരാറെ നിലപാടും നട്ടലും ഇല്ലാത്ത നിന്റെ ഒരു അനുകമ്പയും ഒരു സപ്പോർട്ടും ഇറാൻ ആവശ്യമില്ലാട്ടാ. പിന്നെ നീ അതിന്റെ അടുക്ക് പറയുന്നിട്ട് പലസ്തീനിലെ കുഞ്ഞുങ്ങൾ ഇല്ലാതാകുന്നതിന്റെ മെയിൻ കാരണം ഹമാസ് ആണെന്ന്. മനുഷ്യത്വം നിലപാടും തൊട്ട് തീണ്ടിയില്ലാത്ത ചാണകമാരാറെ, നിന്നോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതിന് ശേഷമാണ് ഇസ്രായേൽ ഉണ്ടല്ല പലസ്തീനിലെ കുഞ്ഞുങ്ങളെയും അമ്മമാരെയും ഇല്ലാതാക്കാൻ തുടങ്ങിയത്. നിനക്ക് അന്തസ് ഉണ്ടെങ്കിൽ നീ മറുപടി പറയണം. നിനക്ക് അന്തസ് ഇല്ലാന്നറിയാം, എന്നാലും നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനൊരു മറുപടി താ. നിന്നെപ്പോൾ അന്തസ്സും മനുഷ്യത്വം ഇല്ലാത്ത ടീമിന് മാത്രമേ ഇത്രയും വൃത്തികെട്ട രീതിയിൽ സംസാരിക്കാനും ഇത്തിരി വൃത്തികെട്ട രീതിയിൽ എഴുതാനും പറ്റും ചാണകമാരാറെ. അതുപോട്ടെ 2-3 ദിവസം മുന്നേ നിന്റെ നെതന്യാഹുവും ട്രംപും കൂടി ഇറാനിലെ ഒരു സ്കൂളിന് പോകുമ്പോഴെന്ന് നീ അറിയോ? ആ സംഭവത്തിൽ 150ഓളം കുഞ്ഞുങ്ങളാണ് ഇല്ലാതായത് ചാണകമാരാറെ. ഈ കണക്ക് നീ എവിടെ കൊണ്ടുപോയി വെക്കും? മനുഷ്യത്വം എന്ന് പറഞ്ഞ ഒരു സാധനം നിനക്ക് ലേശമെങ്കിലും ബാക്കിയുണ്ടെങ്കിലും ഒരിക്കൽ പോലും നിനക്കൊന്നും ട്രംപിനും നെതന്യാഹുവിനും ന്യായീകരിക്കാനോ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് പറയാനോ പറ്റില്ല മാരാറെ. പിന്നെ നീ പറഞ്ഞു ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുമ്പോൾ കേരളത്തിലെ മുസ്ലിങ്ങൾ അതിനെയും ന്യായീകരിക്കുന്നു. അതിനും ഇറാന്റെ കൂടെ തന്നെയാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ നിൽക്കുന്നതെന്ന്. അതാണ് മാരാറെ നീയും കേരളത്തിലെ മുസ്ലിങ്ങളും മുസ്ലിങ്ങളല്ലാതെ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന എന്നെ പോലത്തെ ആൾക്കാരല്ലേ അവർ തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നത് മതം നോക്കിയോ ഇറാന്റെ കയ്യിലുള്ള ശക്തിയില്ലേ, അവരുടെ കയ്യിലുള്ള മിസൈലിന്റെ ശക്തിയില്ലേ, അത് നോക്കിയിട്ടും അല്ല മാരാറെ. ഇറാന്റെ കയ്യിലാണ് ന്യായം, ഇറാന്റെ കയ്യിലാണ് സത്യം. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ നിന്നെപ്പോലത്തെ ബോധവും വിവരത ചാണകങ്ങള് ട്രംപിനും നെതന്യാഹുവിനും സപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അവരാക്രമിക്കുന്നത് ഒരു മുസ്ലിം രാജ്യത്തെ ആയതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ പോലും അവമാനിക്കുന്ന ട്രംപിനും നെതന്യാഹുവിനും നിന്നെപ്പോലത്തെ ചാണകങ്ങൾ ഒരു ഉളുപ്പും നാണവുമല്ലാണ്ട് സപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ചാണകമാനാറെ നീയൊക്കെ ട്രംപിനും നെതന്യാഹുവിനും വേണ്ടി സംസാരിക്കുമ്പോഴല്ല നിന്നോടൊക്കെ പുച്ഛം തോന്നുന്നു, ഒരു ലോഡ് പുച്ഛം. നമ്മുടെ രാജ്യത്തിന്റെ മുകളിൽ ഉപരോധത്തിന്റെ മുകളിൽ അതിലും വലിയ ഉപരോധം. പിന്നെ നമ്മൾ എന്തെങ്കിലും സാധനം വേറെ എവിടെ നിന്ന് വാങ്ങണ്ടേ പോയി ട്രംപിന്റെ അടുക്കുന്ന അനുമതി വാങ്ങണം പോലും. അവൻ തന്നെ കടലാസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്തിന് വേറൊരു രാജ്യത്ത് പോയി സാധനം വാങ്ങാൻ പറ്റൂ. അങ്ങനെ നമ്മുടെ രാജ്യത്ത് അവമാനിക്കുന്ന ട്രംപിനെ സ്നേഹിക്കുന്ന നീക്കണ്ടില്ല, നട്ടിലുള്ള ഇറാനെ സ്നേഹിക്കുന്ന നട്ടിലുള്ള നമ്മളോട്
വർത്താനം പറയാൻ വരല ചാണകന്മാരാറെ. പിന്നെ നീ പറഞ്ഞ് ഇറാൻ ശക്തരായി കഴിഞ്ഞാല് ഇസ്രായേലിനെ അമേരിക്കനെ ഇല്ലാതാക്കുമെന്ന്. അപ്പൊ ട്രംപും നെതന്യാഹുവും ഇപ്പൊ എന്താണ് ചെയ്യുന്നത് ചാണകന്മാരാറെ? അവർ ഇറാനെ ഇല്ലാതാക്കാൻ നോക്കിയല്ലേ അങ്ങോട്ട് ചെയ്യുന്നത്. അപ്പൊ നിന്റെ ട്രംപിനും നെതന്യാഹുവിനും എന്ത് വേണമെങ്കിലും ലോകത്ത് എന്ത് വേണമെങ്കിലും കാണിച്ചു കൂട്ടാല്ലേ. പക്ഷെ അവർ ചെയ്യുന്ന ചെറ്റത്തരത്തെ ചോദ്യം ചെയ്യാനും അവരെ എതിർക്കാനും ആരും പോകാൻ പാടില്ലാതാണോ ചാണകന്മാരാറെ നീ പറയുന്നത്? ഇറാന്റെ കയ്യിലെങ്ങാനും ആണവായുധം ഉണ്ടെങ്കിൽ കണ്ടില്ല നീ ഇപ്പൊ പൊക്കി പറഞ്ഞ ട്രംപും നെതന്യാഹുവും ഉണ്ടല്ല അങ്ങോട്ട് പോകാൻ പറ്റി അങ്ങോട്ടേക്ക് ഒരു നോട്ടം പോലും നോക്കില്ലായിരുന്നു ചാണകന്മാരാറെ. എന്തിന് ആണവായുധമില്ലാത്ത ഇറാനെ പോലും ഒരു മണ്ണും പുണ്ണാക്കം ചെയ്യാൻ പറ്റുന്ന നിന്റെ ട്രംപും നെതന്യാഹുവും വെല്ലുവിളിക്കുന്നു. ആ വെല്ലുവിളി കേട്ടിട്ട് ആ തള്ളു കേട്ടിട്ട് ബോധമില്ലാത്ത നീയും നിന്റെ ചാണക സംഘങ്ങളും അവരെ സപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് ആണവായുധം ഇല്ലാതിരുന്നിട്ടും ട്രംപിന്റെയും നെതന്യാഹുവിന്റെ മുന്നിൽ മുട്ടുമടക്കാതെ അവർക്കെതിരെ പോരാടുന്ന ഇറാന്റെ പിന്നിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും. നട്ടലുള്ള നിലപാടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും ചാണകന്മാരാറെ. പിന്നെ ഇറാനിലെ യുറേനിയം കണ്ടിട്ടാണ് നിനക്ക് നിന്റെ ട്രംപിനും നെതന്യാഹുവിനൊക്കെ കുരുപൊട്ടുന്നെങ്കിൽ ഇറാൻ എന്ന രാജ്യത്തുള്ള യുറേനിയം ഉണ്ടല്ല അത് ഇറാന്റേത് മാത്രമാണ് സംഖ്യമാരാറെ. ആ യുറേനിയം അവർ ചിലപ്പോൾ ഉപയോഗിക്കും ചിലപ്പോൾ വിൽക്കും. അത് അവരുടെ ഇഷ്ടം, അത് അവരുടെ മാത്രം ഇഷ്ടമാണ്. അതിനെന്തിനാണ് ട്രംപിനെയും നെതന്യാഹുവിനെ പേടിക്കേണ്ട ആവശ്യം ഇറാനുള്ളത്? ഇറാൻ എന്തിനാണ് ഇവരെയൊക്കെ അതിന്റെ കാര്യത്തിൽ ബോധിപ്പിക്കേണ്ട ആവശ്യം? ഇനി സംഖ്യമാരോട് ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഒരു ചെറിയ കാര്യം. കുറച്ച് കാലം കഴിഞ്ഞില്ലേ ട്രംപും നെതന്യാഹുവും നിന്റെ വീട്ടിൽ വരുന്നു. എന്നിട്ട് നിന്നോട് പറഞ്ഞ് ചാണകമാരാറെ നിന്റെ കയ്യിൽ ഒരുപാട് കാശുണ്ട്, ഒരുപാട് കാശ്. ആ കാശ് കൊണ്ട് കുറച്ചു കാലം കഴിഞ്ഞില്ലേ നീ ചീമുട്ട വാങ്ങിയിട്ട് എന്നെയും നെതന്യാഹുവിനെ എറിയാൻ സാധ്യതയുണ്ടെന്ന് ട്രംപ് പറഞ്ഞെങ്കിൽ ഈ എന്താ ചെയ്യാ? നീ ആ കാശൊക്കെ അവരുടെ കയ്യിൽ നിന്ന് കൊടുക്കുവോ? അമ്പ്ര നമ്മളെ കയ്യിലുള്ള കാശ് വെച്ചെടുത്തോ. അമ്പ്രാൻ അങ്ങനെ ഒരു പേടിയുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യും. അമ്പ്രാൻ ഒരു പേടിയുണ്ടെങ്കിൽ അമ്പ്രാന്റെ കയ്യിലുള്ള കാശും എന്റെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അത് മൊത്തം എടുത്തോന്ന് നീ പറയോ ചാണകന്മാരാറെ? നീ പറയും. കാരണം നീ ഒരു സംഖ്യയാണല്ലോ. നീ അതല്ല, നീ അതിന്റെ അപ്പുറം അവരോട് പറയും. നീ അവരുടെ കാൽ കീഴിൽ കിടക്കും ചാണകന്മാരാറെ. നട്ടിലും നിലപാടും മനുഷ്യത്വമൊന്നും ഇല്ലാത്ത നീക്കണ്ടല്ല ചാണകന്മാരാറെ. നമ്മളെ ഉപദ്രവിക്കുന്ന ട്രംപിനെയും നെതന്യാഹുവിനെയും അത്രമേൽ സ്നേഹിക്കുന്നു. കാരണം അത്രമേൽ താഴൊക്കെ അതപ്പതിച്ചു പോയി മാറാറെ. അതുകൊണ്ട് നട്ടലില്ലാത്ത നിലപാടില്ലാത്ത മാറാറെ. നട്ടലും നിലപാടുള്ള നമ്മൾ വിളിച്ചു പറയും നമ്മൾ ഇറാന്റെ കൂടിയാണെന്ന്, നട്ടലുള്ള ഇറാന്റെ കൂടിയാണെന്ന്, നിലപാടുള്ള ഇറാന്റെ കൂടിയാണ് നമ്മൾ എന്ന്. അതുകൊണ്ടുണ്ടല്ലോ നമുക്ക് നാളെ നമ്മളെ ആക്രമിക്കാൻ പറ്റി ട്രംപും നെതന്യാഹുവും വന്നെങ്കിൽ അവരുടെ മുന്നിൽ നട്ടലോടുകൂടി നിലപാടോടുകൂടി പൊരുതാൻ പറ്റും മാറാറെ, പൊരുതാൻ പറ്റും. പക്ഷെ ആ സമയത്തും താനക്കിടില്ല ട്രംപിനും നെതന്യാഹുവിനും വേണ്ടി റാൻ മൂളും അവരെ ഉംബ്രാന്ന് വിളിച്ചിട്ട് അവരുടെ കാൽ കീഴിൽ കിടക്കും ചാണകമാരാറെ നീയൊക്കെ. കാരണം മാപ്പ് പറഞ്ഞ് സ്വന്തം ജീവൻ രക്ഷിച്ച സവർക്കറുടെ അനുയായികളായ നിങ്ങളിൽ നിന്ന് നമ്മൾ മലയാളികൾ വേറൊന്നും പ്രതീക്ഷിക്കുന്നില്ല മാറാറെ, വേറൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ ഒരിക്കൽ കൂടി നട്ടലുള്ള ഇറാനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.